നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം മുളയിലെ നുള്ളി സൗദി അറേബ്യ. കാശ്മീർ വിഷയത്തിൽ ഏറെക്കാലമായി ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ. ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണ് ഇത്തവണയും ഫലിക്കാതെ പോയത്. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ പിന്തുണ നേടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. OICയിലെ പ്രബല രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണ് സൗദിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് സൗദി ഒരിക്കലും തയ്യാറാകില്ല. സൗദി മുൻകൈയെടുക്കാതെ OICയിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. നേരത്തെ UAE സ്വീകരിച്ചതിന് സമാനമായ നിലപാടാണ് ഇപ്പോൾ സൗദി അറേബ്യയും സ്വീകരിച്ചത്. OICയിൽ പലപ്പോഴും ഇന്ത്യക്കെതിരായ നിലപാടുകൾ വരുന്നതിന് പാകിസ്ഥാൻ നീക്കം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുമായി ഉടക്കാൻ GCC രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. വീണ്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഷഹബാസ് ഷരീഫ് തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയാണ്. ഉംറ നിർവഹിച്ച അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് കാശ്മീർ വിഷയം പരാമർശിച്ചത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യക്കെതിരെ നിൽക്കാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെ അനുവദിക്കാത്തതിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സൗദി അറേബ്യയെ പരസ്യമായി തന്നെ ആക്ഷേപിച്ചു. ഇതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയ്ക്ക് $1 ബില്യൺ വായ്പ തിരികെ അടയ്ക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായിരുന്നു. 2018 $3.2 ബില്യൺ പാകിസ്ഥാന് വായ്പ സൗദി അറേബ്യ നൽകിയതായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ. പുതിയ സഖ്യ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി തന്നെ രാജ്യത്തെ സാമ്പത്തികമായി കരുത്തുറ്റതാക്കുക എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളുടെയും ചൈനയുടെയും സാമ്പത്തിക സഹായത്തോടെയാണ് പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള പ്രയാണം. നേരത്തെ സൗദി അറേബ്യയും UAEയും പാകിസ്ഥാനെ കൈവിട്ട് സഹായിച്ചിരുന്നു. ഇനിയും പാകിസ്ഥാൻ സഹായം ആവശ്യപ്പെടുന്നുമുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ പോലും അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് ഏത് രാജ്യം പാകിസ്ഥാന്റെ വാദങ്ങൾ അംഗീകരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഗൾഫ് അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ബന്ധവും പാകിസ്ഥാന് തലവേദന തന്നെയാണ്. ഇന്ത്യയും സൗദി അറേബ്യയും UAEയും അടുത്ത സാമ്പത്തിക ബന്ധം പുലർത്തുന്നവരാണ്. വർദ്ധിച്ചുവരുന്ന സുരക്ഷയും പ്രതിരോധ ബന്ധവുമാണ് ഈ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ധാരാളം പ്രവാസികൾ ഇപ്പോഴും സൗദി അറേബ്യയിൽ ഉണ്ടതാനും. സൗദിയെ പിണക്കുന്നത് പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കുമെന്ന് ചില പാക് നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട്. പാകിസ്ഥാൻ തൊഴിലാളികളെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനും പകരം ബംഗ്ലാദേശ് തൊഴിലാളികളെ പകരം വയ്ക്കാനുമാണ് സൗദി അറേബ്യ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന് കനത്ത നഷ്ടം തന്നെയായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.